ശ്രീജേഷാണ്, ഫ്രണ്ട്സ് അക്കാദമി. എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ? ഞാൻ ഒരു സൈറ്റിൽ നിന്ന് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു വാട്ടർ ലെവൽ കൺട്രോളർ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഇങ്ങനെ വരികയാണ്. എൻ്റെ കൂടെ അലിയുണ്ട്, നമ്മുടെ ടെക്നീഷ്യൻ. ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യണം എന്ന് ഇപ്പോൾ പറഞ്ഞതാണ് അലിയോട്. കാരണം ഇപ്പോൾ എനിക്കൊരു കോള് വന്നു. നമ്മുടെ വയർമാൻ പെർമിറ്റ് പരീക്ഷയുടെ ഒരു കാര്യമായിട്ട് ബന്ധപ്പെട്ട് വന്ന കോളാണ്. അദ്ദേഹം നമ്മളെ വിളിക്കുന്ന ആളുകളെ, നമ്മൾ ഓരോ വർഷം വിളിക്കുന്ന ആളുകളെ ഓരോ വർഷം 2019, 2020, 2021 അങ്ങനെ സേവ് ചെയ്യലാണ് പതിവ്. അപ്പോൾ ഞാനതിൽ നോക്കുമ്പോൾ 2019 പുള്ളി എന്നെ കോണ്ടാക്ട് ചെയ്ത ആളാണ്. അപ്പോൾ 2019 കോണ്ടാക്ട് ചെയ്ത് പുള്ളി 2020 21 പരീക്ഷയ്ക്ക് അപേക്ഷ കൊടുത്തിട്ട് പുള്ളിക്ക് പരീക്ഷ എഴുതാൻ കഴിഞ്ഞില്ല. അതായത് സമയത്തിൻ്റെ കാര്യം, അതായത് ആള് ഹാൾ ടിക്കറ്റ് വന്നു, എന്നിട്ട് പരീക്ഷയ്ക്ക് പോവാൻ സമയം കിട്ടിയില്ല. അതേപോലെ തന്നെ ഒരു തവണ പരീക്ഷ എഴുതി, അത് ഫെയിലായി പോയി. അങ്ങനെയൊക്കെ പറഞ്ഞ് ഇപ്രാവശ്യം ഹാൾ ടിക്കറ്റിന് കൊടുത്ത സമയത്ത് ഹാൾ ടിക്കറ്റ് വന്നില്ല, എന്തൊരു റിജക്ഷൻ വന്നു ഓൺലൈൻ ആയതുകൊണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് പുള്ളി വിളിച്ചത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം ഇപ്പം നിലവിൽ ഒരു 2 വർഷമായിട്ട് ലൈസൻസിങ് ബോർഡിൻ്റെ എല്ലാ കാര്യങ്ങളും A to Z ഇലക്ട്രിക്കൽ സംബന്ധമായ ലൈസൻസിൻ്റെ എല്ലാ കാര്യങ്ങളും ഓൺലൈനായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ നമ്മൾ ഇലക്ട്രിക്കൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് പൊതുവെ തിരക്കാണ്. എല്ലാവരും പറയും നല്ല തിരക്കാണ്, സമയം കിട്ടുന്നില്ല. നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾ ഇലക്ട്രിക്കൽ സംബന്ധമായ ലൈസൻസ് എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഡോക്ടർമാർ മരുന്നെഴുതി തരുമല്ലോ, 1 വീതം 3 നേരം എന്ന് പറയില്ലേ, അതേപോലെ തന്നെ 1 വീതം. ഇപ്പോൾ നമ്മളൊരു പനിയായിട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ഒരു പാരസെറ്റാമോൾ തരും, പാരസെറ്റാമോൾ തരും, ഡോളോ 650 അങ്ങനെ ഏതെങ്കിലും തരും. അതിൻ്റെ കൂടെ നമുക്ക് രാത്രി മാത്രം കഴിക്കേണ്ട ഒരു ഗുളിക തരും. അതേപോലെ തന്നെ 3 നേരം കഴിക്കേണ്ട ഒരു ആൻറ്റിബയോട്ടിക് തരും. അതിന് കൂടെ ഒരു കഫ് സിറപ്പും ഉണ്ടാവും അല്ലേ. അതിൽ 2 ഐറ്റം ഗുളിക നിങ്ങൾ 1 വീതം 3 നേരം കഴിക്കാനുള്ളതാണ്. കഫ് സിറപ്പും ഒരു പക്ഷേ എന്താ പറയുക 10 ml വെച്ചിട്ട് 3 നേരം കഴിക്കാനുള്ളതാവും. നമ്മുടെ സ്റ്റുഡൻസൊക്കെ ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്നുണ്ട്. ഞാൻ മുളയങ്കാവ് ഭാഗത്താണ്. ഓക്കെ, അപ്പോൾ എന്താ വിഷയം എന്ന് വെച്ചാൽ രാത്രി മാത്രം, അതായത് നമ്മുടെ ഈ ജലദോഷം, ചെറിയൊരു അലർജി അല്ലെങ്കിൽ ഇതൊക്കെ ഉണ്ടെന്ന് പറയുമ്പോൾ ജലദോഷത്തിന് വേണ്ടിയിട്ട് നമുക്കൊരു ഗുളിക എഴുതും അല്ലേ, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? അത് രാത്രി മാത്രം കഴിച്ചാൽ മതി. അതേപോലെ നിങ്ങൾ ജോലി, ഇപ്പോൾ ഏതൊരു വ്യക്തിയാണെങ്കിലും രാവിലെ, ഇപ്പോൾ നമ്മുടെ പുതിയൊരു സൈറ്റിൽ വർക്ക് തുടങ്ങുന്നത് രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 8 മണി വരെയാണ് നമ്മൾ വർക്ക് ടൈം നിശ്ചയിച്ചിരിക്കുന്നത്. അതായത് അത് അവിടെ നിന്ന് ചെയ്യേണ്ട ഒരു ജോലി ആയതുകൊണ്ട് രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 8 മണി വരെ. നിങ്ങൾ ഇപ്പോൾ ഒരു ദിവസം മാക്സിമം ഒരു ഹ്യൂമൻ ബീങ്, ഒരു മനുഷ്യന് അത്രയ്ക്ക് തന്നെ ഒരു ദിവസം ജോലി ചെയ്യാൻ കഴിയുള്ളൂ. അത് കഴിഞ്ഞ് വന്നാൽ നിങ്ങൾക്ക് ഇലക്ട്രിക്കൽ സംബന്ധമായ ലൈസൻസ് എത്രയും പെട്ടെന്ന് കിട്ടണമെങ്കിൽ നിങ്ങൾ രാത്രി 1 കഴിക്കുന്ന ഗുളിക ഉണ്ടല്ലോ, അതേപോലെ നിങ്ങൾ ഗുളിക വാങ്ങി കഴിക്കണം എന്നല്ല കേട്ടോ പറയണേ. നിങ്ങൾ എല്ലാ ദിവസവും ലൈസൻസിങ് ബോർഡിൻ്റെ സംരക്ഷ എന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് നോക്കണം. കാരണം ഇപ്പോൾ ലാസ്റ്റ് വയർമാൻ പെർമിറ്റ് പരീക്ഷ കഴിഞ്ഞത് മെയ് മാസം 8-ാം തീയതിയാണ്. ആ പരീക്ഷയുടെ ഹാൾ ടിക്കറ്റ് കറക്റ്റ് ഒരാഴ്ച മുന്നേ ആണ് അറിഞ്ഞത്. അപ്പോൾ പല ആളുകളും ഇപ്പോൾ നമ്മുടെ ക്ലാസ്സിൽ വന്നിരുന്ന ക്ലാസ്സുകൾ നമ്മൾ ഏകദേശം 8 മാസം 9 മാസം ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ഒക്കെ ക്ലാസ്സുകൾ നമ്മൾ കൊടുത്തിരുന്നു. കുറേ ക്ലാസ്സുകൾ തുടങ്ങി, അത് നിർത്തി വെക്കേണ്ടി വന്നു, പിന്നെ ഓൺലൈനാക്കി, പിന്നെ ഏറ്റവും അവസാനം ഓഫ്ലൈൻ ക്ലാസ്സുകൾ കൊടുത്തു. ഇപ്പോൾ അതിൻ്റെ റിസൾട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പരീക്ഷയ്ക്ക് അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ അത് ഏത് ഇതാണെങ്കിലും, ഇപ്പോൾ ബി ക്ലാസ് സൂപ്പർവൈസറിൻ്റെ ഇൻ്റർവ്യൂ, ഡിപ്ലോമ, ബിടെക്, അതേപോലെ തന്നെ M.Tech ഒക്കെ കഴിഞ്ഞവർക്ക് ഇൻ്റർവ്യൂ ഷെഡ്യൂൾ ചെയ്ത് വരുന്നുണ്ട്. അതായത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ സംരക്ഷ ഓപ്പൺ ചെയ്ത് നോക്കണം. ഹാൾ ടിക്കറ്റ് ഇഷ്യൂഡ്, ഹാൾ ടിക്കറ്റ് അണ്ടർ പ്രോസസ് എന്നുള്ള ഒരു ലിങ്ക് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായും ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് ഹാൾ ടിക്കറ്റ് വരാറായിട്ടുണ്ട്. ചിലപ്പോൾ ഒരു 5 ദിവസത്തിനുള്ളിലാവും ഹാൾ ടിക്കറ്റ് നിങ്ങൾക്ക് ഇഷ്യൂ ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാൻ ഈ പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ചാൽ, സമയം
സമയത്തിന് അതിൻ്റെതായ വാല്യൂ കൊടുക്കുക. കാരണം അദ്ദേഹത്തിന് ആ 2020 അന്ന് പരീക്ഷ എഴുതാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ ആൾക്ക് ഇപ്പോൾ വയർമാൻ പെർമിറ്റ് കിട്ടിയിട്ട് 4 കൊല്ലം അല്ലെങ്കിൽ 5 കൊല്ലമായി ആൾക്ക് C ക്ലാസ്സിനെ കുറിച്ചോ B ക്ലാസ്സിനെ കുറിച്ചോ ചിന്തിക്കാമായിരുന്നു. പക്ഷേ എന്തോ നമുക്ക് ഒരു എന്താ പറയുക, നമ്മളൊരു ഇതിന് ഇറങ്ങി പുറപ്പെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഫോളോ അപ്പ് നിർബന്ധമാണ്. അപ്പോൾ ആദ്യമൊക്കെ ആണെങ്കിൽ നമുക്ക് ഓഫ്ലൈനൊക്കെ ആയിരുന്നെങ്കിൽ നമുക്ക് ഹാൾ ടിക്കറ്റ് കയ്യിൽ കിട്ടുമായിരുന്നു, അല്ലെങ്കിൽ നമുക്ക് അറിയുമായിരുന്നു. ഓക്കെ, ഇത് ഓൺലൈൻ ആയതുകൊണ്ട് അറിയുന്ന കാര്യങ്ങൾ വളരെ പരിമിതമാണ്. അതായത് നിങ്ങൾ തന്നെ സൈറ്റിൽ കയറി നോക്കണം. അപ്പം നമ്മൾ നിങ്ങളുടെ അപേക്ഷ കൊടുക്കുകയാണെങ്കിൽ കൂടി നമ്മളൊരു 100-200 പേരുടെ അപേക്ഷ കൊടുക്കുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ എല്ലാവരുടെയും എല്ലാ ദിവസവും നമുക്ക് ആ സൈറ്റിൽ കയറി നോക്കുക എന്ന് പറയുന്നത് അത്ര പോസിബിൾ അല്ല എന്ന് നിങ്ങൾക്കും അറിയാം, നമുക്കും അറിയാം. ഓക്കെ, അതേപോലെ തന്നെ ഇതിൻ്റെ കൂടെ ശ്രദ്ധിക്കേണ്ട കാര്യം, മുറി വൈദ്യൻ ആളെ കൊല്ലും. ഇപ്പോൾ കുറേ പേര്, ഇപ്പോൾ കഴിഞ്ഞ ദിവസം മണ്ണാർക്കാട് നിന്നൊരു പയ്യൻ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഒരു ചെറിയൊരു 7 ദിവസത്തെ ഓൺലൈൻ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് ഒരു ടീം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ ആളുകളുണ്ട്. അത് വെറുതെ ചുമ്മാ ഒരു ട്രെയിനിങ് കൊടുക്കുകയാണ്. അങ്ങനെയുള്ള ട്രെയിനിങ്ങോ അല്ലെങ്കിൽ ഒരു ദിവസത്തെയോ 2 ദിവസത്തെയോ ക്ലാസ്സുകൾ നമ്മൾ എവിടെയും ഫ്രണ്ട്സ് അക്കാദമി നടത്തുന്നില്ല. നിങ്ങൾ നമ്മളെക്കുറിച്ച് നല്ലോണം അന്വേഷിക്കുക. നമ്മുടെ രീതി നിങ്ങൾക്ക് നമ്മളോട് ചോദിക്കാം. നമ്മുടെ ക്ലാസ്സിന് വന്ന് നമ്മൾ പറയുന്നത് പോലെ പഠിച്ച് പാസ്സായ ആളുകളോട് നിങ്ങൾക്ക് അഭിപ്രായം ചോദിക്കാം. ഓക്കെ, എന്നിട്ട് മാത്രം നിങ്ങൾ ഇലക്ട്രിക്കൽ സംബന്ധമായ ലൈസൻസ് എടുക്കണമെങ്കിൽ നമ്മുടെ അടുത്തേക്ക് സമീപിക്കുക. നമ്മളെ പറ്റി, നമ്മുടെ ഫീസിൻ്റെ കാര്യങ്ങളും നമ്മുടെ ക്ലാസ്സിൻ്റെ രീതികളും എല്ലാം നമ്മൾ ഓപ്പണായിട്ട്, നമുക്കൊന്നും മറച്ചു വെക്കാനില്ല. എല്ലാം ട്രാൻസ്പെറൻ്റ് ആണ്. എല്ലാ കാര്യങ്ങളും നമ്മൾ ആദ്യം പറയും. നിങ്ങളുടെ കാര്യങ്ങൾ നല്ല രീതിയിൽ നടക്കണം എന്നുണ്ടെങ്കിൽ മാത്രം അഡ്മിഷൻ എടുത്താൽ മതി. ഞാനിത് 1-ാം തീയതിയാണ്, ജൂൺ 1-ാം തീയതിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഏത് തരത്തിലാണോ മാറണം എന്ന് ആഗ്രഹിക്കുന്നത്, അതിനു വേണ്ടി നിങ്ങൾ ഒരു ദിവസത്തിൽ 1 മണിക്കൂറെങ്കിലും നിങ്ങൾ മാറ്റിവെക്കാൻ തയ്യാറാവണം. അങ്ങനെ നിങ്ങൾ തയ്യാറാണെങ്കിൽ, ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമുക്ക് ഇന്ന് ജോലി ചെയ്യുന്ന പോലെ നമുക്ക് 5 കൊല്ലം കഴിഞ്ഞാൽ ജോലി ചെയ്യാൻ കഴിയില്ല. അത് പ്രപഞ്ച സത്യമാണ്. ആ സത്യം മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോവുക. നിങ്ങൾക്ക് വയർമാൻ പെർമിറ്റ് എടുക്കാം, അതേപോലെ തന്നെ C ക്ലാസ് ലൈസൻസ് എടുക്കാം, അതേപോലെ തന്നെ B ക്ലാസ് ലൈസൻസ് എടുക്കാം, അതേപോലെ തന്നെ ഇലക്ട്രിക്കലിൻ്റെ CAD പഠിക്കാം, അതേപോലെ തന്നെ അത് സ്കോപ്പ് എൻഹാൻസ് ചെയ്യാം. ഇപ്പോൾ 25 കിട്ടിയവർക്ക് 50 ആക്കാം, 50 കിട്ടിയവർക്ക് 150 ആക്കാം. ഇപ്പോൾ ഡിപ്ലോമക്കാർക്കാണെങ്കിൽ 250 ആക്കാം. അതേപോലെ തന്നെ അവർക്ക് A ക്ലാസ്സിലേക്ക് മാറാം. ഒരുപാട് സാധ്യതകളുണ്ട്. ഞാൻ പറഞ്ഞു, ഓൺലൈൻ സംവിധാനം ആയതുകൊണ്ട് ഒരുപാട് ഡിലേ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നല്ല ക്ഷമ വേണം ഇതിന്. കാരണം 1 കൊല്ലം അല്ലെങ്കിൽ 2 കൊല്ലം ഡിലേ ആയിട്ടാണ് നിലവിൽ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു മിനിറ്റ്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഒരു ഷെയർ കാരണം ആരെങ്കിലും ഒരാൾ, ഇപ്പോൾ എനിക്ക് പ്രായം കൂടുതലാണ്, എനിക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടാണ് എന്ന് ചിന്തിച്ച് നിൽക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവരോട് ഞാൻ പ്രത്യേകം പറയുകയാണ്, ഞങ്ങൾ പറയുന്നത് പോലെ നിങ്ങൾ പഠിക്കാൻ, നിങ്ങൾ അനുസരിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് അഡ്മിഷൻ എടുത്തോളൂ. നിങ്ങൾ എന്തിനാണോ അഡ്മിഷൻ എടുത്തത് ആ കാര്യം നടക്കുക തന്നെ ചെയ്യും. ഓക്കെ, താങ്ക് യു, ബൈ.